ഇതെൻ്റെ പേരക്കുട്ടിയാണ്. അവൻ്റെ പേര് ജിതിൻ കൃഷ്ണ. അവനിപ്പോൾ വയസ്സ് 14ആയി. അവന് ഫിക്സ് വരണമുണ്ടായിരുന്നു. ഒരു ദിവസം 4-5 പ്രാവശ്യം വീട്ടിൽ 10 പ്രാവശ്യം കൂടി വന്നിട്ടുണ്ട് അവന്. അങ്ങനെ ഞങ്ങൾ വല്ലാണ്ട് ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്താണ് ഇവിടെ വന്നത്. ഇവിടെ കെൻസാരെ കാണിച്ചു. കെൻസാർ മൂലം ഓപ്പറേഷൻ വേണമെന്ന് ഓപ്പറേഷൻ കഴിഞ്ഞു. 2021 ഓപ്പറേഷൻ കഴിഞ്ഞത്. അതിനുശേഷം 3 മാസം ടെസ്റ്റിന് കൊണ്ടുവരാൻ ഇപ്പോൾ 6 മാസം കഴിഞ്ഞാൽ കൊണ്ടുവരുന്നത്. ഇന്നും ടെസ്റ്റിന് വന്നതാണ്. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല പറഞ്ഞു സാർ. അതുകൊണ്ടാണ് ഞങ്ങൾ ധൈര്യമായിട്ട് അവനെ പുറത്തൊക്കെ കൊണ്ടുവരാൻ ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടുപോകാനൊക്കെ തുടങ്ങിയതിന്. ബസ്സിൽ കയറും. ബസ്സിലൊക്കെ ഞങ്ങൾ കയറുന്നതിന് ഉഷാറായിട്ട് അവൻ കയറും. അവൻ്റെ അനിയത്തിയും കൂടി ഇപ്പോൾ ബസ്സിൽ കയറും പേടിക്കും. പക്ഷെ അവരെയും കൊണ്ട് എനിക്ക് എവിടെയും പോകാൻ പേടിയില്ല. അവന് ഫിക്സ് വരുമ്പോൾ ഞങ്ങൾ അടുത്തിരിക്കും. എനിക്ക് എന്തെങ്കിലും ഒരു ജോലി ചെയ്യണമെന്ന് വെച്ചാൽ അവനെ വിട്ടിട്ട് പോകാൻ പറ്റാത്ത ഞങ്ങൾ ചെയറിൽ വെച്ച് ചെയറോട് കൂടി അവനെ കെട്ടി വെച്ചിട്ടാണ് എന്തെങ്കിലും പണി ചെയ്യാൻ പോവുക. ചിലപ്പോൾ ചെയറോട് കൂടി അങ്ങനെ വീണിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഫോൺ കൊടുത്തിട്ട് എവിടെയെങ്കിലും ഇരുത്തിയിട്ടാണ് എനിക്ക് അത്രയും ബുദ്ധിമുട്ടായിരുന്നു കുട്ടിയെ കൊണ്ട്. ഫിക്സ് വന്നിട്ട് ഫിക്സ് വന്നതുകൊണ്ട് ചെവി മുറിഞ്ഞു, പല്ല് പോയി, ഷോളറിൻ്റെ എല്ല് പൊട്ടി, അതേമാതിരി പുരികങ്ങളൊക്കെ മുറിച്ചിട്ട് പാടുകളാണ് ഇതൊക്കെ. അതിനൊക്കെ ഞങ്ങളിപ്പോൾ കെൻസാൽസ് ഞങ്ങൾ രക്ഷപ്പെടുത്തി. ഇപ്പോൾ അവൻ സുഖമായിട്ടിരിക്കും. ഇപ്പോൾ അവനെയും കൊണ്ട് ഞങ്ങൾ എവിടെ വേണമെങ്കിലും പോകും. മറ്റെവിടെയും പോകാനൊന്നും പറ്റിയായിരുന്നില്ല ഞങ്ങൾക്ക്. കാരണം എപ്പോഴാണ് ഫിക്സ് വരാമെന്ന് അറിയില്ലല്ലോ. അത് കാരണം ഇപ്പോൾ അവന് കുഴപ്പമില്ല. അവൻ ദിവസം സ്കൂളിൽ പോയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ 10ാം ക്ലാസ്സിലേക്കാണ് പോണവൻ. ഈ കൊച്ചി ജിതിൻ കൃഷ്ണ പറഞ്ഞ കൊച്ചി അവർക്ക് കുഞ്ഞുകാലത്തിൻ്റെ ഭയങ്കര അവസ്മാരം വരുന്നുണ്ടായിരുന്നു. എന്താ കാരണമെന്ന് അവർക്ക് കുഞ്ഞുകാലം ചെറിയൊരു പനി വന്നിട്ട് ബ്രെയിൻ ഡാമേജ് ആയിരുന്നു. ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ബ്രെയിനിൽ ഒരു മേജർ ഡാമേജ് ഉണ്ടെങ്കിൽ വേണ്ടി അതുവേണ്ടി അവർക്ക് ഓൾമോസ്റ്റ് ഡെയിലി 7-8 തവണ ഫിറ്റ്സ് വരുന്നുണ്ടായിരുന്നു. ഫിറ്റ്സ് വരുമ്പോൾ ആ ഡെയിലി വീഴുന്നുണ്ടായിരുന്നു. അതുവേണ്ടി അവർക്ക് പാരൻസ് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഡെയിലി സ്കൂളിൽ വിടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവർക്ക് എപ്പോഴും കൂടെ അവർ സഹായം വേണമായിരുന്നു. ഓൾമോസ്റ്റ് ദിവസത്തിൽ അവർ 5-6 മെഡിസിൻ കഴിക്കുന്നുണ്ടായിരുന്നു. സോ അത്ര കഴിച്ചാൽ കൂടെ അവർക്ക് മെയിൻലി അസുഖ കൺട്രോൾ കിട്ടില്ല. സോ അവർ അതുവേണ്ടി നമുക്ക് ഇവിടെ മിംസ് എപ്പിലെപ്സി സെൻറ്ററിലോട്ട് വന്നു. നമ്മളെല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം നമുക്ക് അത് ലെഫ്റ്റ് സൈഡിൽ ഒരു സീജർ ഐഡൻറ്റിഫൈ ചെയ്തു. അതിനുശേഷം നമ്മൾ ടെസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ യൂണിവേഴ്സിറ്റി ടീം ഡിസ്കസ് ചെയ്തിട്ട് ആൾക്ക് നമ്മൾ സർജറി ചെയ്തു. ഇപ്പോൾ സർജറി ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഇപ്പോൾ 2 years ആയി. ഇപ്പോൾ ആൾ ഓൾമോസ്റ്റ് സീജർ ഫ്രീ ആണ്. ഇപ്പോൾ മെഡിസിൻസ് കൊണ്ട് നമ്മൾ കഴിക്കുന്നുണ്ട്. ഓവറോൾ ഡെവലപ്മെൻറ്റ് ഇമ്പ്രൂവ് ആവുന്നുണ്ട്. അതിപ്പോൾ ഇൻഡിപെൻഡൻ്റ്ലി ആയിട്ട് സ്കൂളിൽ പോകാൻ തുടങ്ങി. ഇപ്പോൾ പതുക്കെ ആളിപ്പോൾ പൂർണ്ണമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആവാൻ ട്രൈ ചെയ്യുന്നുണ്ട്. സോ ഇതേമാതിരി അല്ല പീഡിയാട്രിക് പേഷ്യൻസിൽ നമ്മൾ മെഡിസിൻ കൊടുത്തിട്ട് കൺട്രോൾ കിട്ടില്ലെങ്കിൽ നമുക്ക് ആദ്യം എപ്പിലെപ്സി ഇവാലുവേഷൻ ചെയ്തിട്ട് ഏത് പേഷ്യൻറ്റിൻ്റെ സർജിക്കൽ പോസിബിലിറ്റി ഉണ്ടെങ്കിൽ എത്ര നേരത്തെ ചെയ്താൽ എത്ര ബെറ്റർ ആയിരിക്കും. സോ സർജറി ചെയ്താൽ മോസ്റ്റ് പേഷ്യൻ്റ് നല്ല ബെനിഫിറ്റ് ഉണ്ടാവും. അറ്റ് ദ സെയിം ടൈം നമുക്ക് സീജർ കൺട്രോൾ വരും, പ്ലസ് പേഷ്യൻ്റ് മെഡിസിൻ കൂടെ കുറയ്ക്കാൻ പറ്റും.